പ്രിയപ്പെട്ട വീണ, നിങ്ങൾ വാ തുറക്കണം. നിങ്ങൾക്കൊരു കമ്പനിയുണ്ട്, എക്സാലോജിക്. നിങ്ങൾ വേറൊരു കമ്പനിയുമായിട്ട് എന്തോ കരാറുകൾ വെച്ച് ചില പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ പേരിൽ നിങ്ങൾ 2,07,00,000 രൂപ കൈപ്പറ്റിയെന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. അങ്ങനെ നിങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ട് എങ്കിൽ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് പറയണം. കൈപ്പറ്റിയിട്ടില്ല എങ്കിൽ അത് പറയണം. ഇത് രണ്ടും നിങ്ങൾ പറയല. നിങ്ങളുടെ അച്ഛൻ എന്ന നിലയിൽ മുഖ്യമന്ത്രി ഒരുപാട് ആരോപണങ്ങൾ കേൾക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ പോലും നിങ്ങൾ വാ തുറക്കുന്നില്ല. നിങ്ങളുടെ ഭർത്താവ് മന്ത്രിയാണ്. നിങ്ങളുടെ നിലവിലാണോ ഇവരൊക്കെ മന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ ആയത്? അല്ലല്ലോ. നിങ്ങളൊരു വ്യക്തിയായിട്ട് അംഗീകരിക്കാൻ പറ്റൂ. അങ്ങനെ വരുമ്പോൾ നിങ്ങളാണ് വസ്തുസ്ഥിതി ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. അതുണ്ടാകുന്നില്ല എന്നതാണ് ഇവിടുത്തെ കുഴപ്പം. അത് നിങ്ങൾ തുറക്കണം. നിങ്ങൾ പറയണം ജനങ്ങളോട്, എന്താണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് എൻ്റെ ജോലി, ഞാൻ ഇത്രയും രൂപ നേടിയത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ വാങ്ങാത്തത് എന്തുകൊണ്ടാണ്, ഇത് ആരോപണം മാത്രമാണ് എന്നുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൂടെ? അതിനുകൊണ്ടാണ് നിങ്ങളിങ്ങനെ മൗനം വിദ്വാനുഭൂഷണം എന്ന് കേൾക്കുന്നത്. മൗനം സമ്മതമാണെന്ന് വേറൊരർത്ഥമുണ്ട്. അപ്പം അതുകൊണ്ട് വീണ വാ തുറക്കണം. വീണാ ദിനത്തിനായിട്ട് കേരളം കാത്തിരിക്കുകയാണ്.